ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 6 പാർട്ട് 1-ലെ ഒന്നാമത്തെ ചാപ്റ്റർ. എന്നാ ചാപ്റ്ററിൻ്റെ പേര് നന്ദു? ഒന്നാമത്തെ ചാപ്റ്റർ ഫുഡ് ഫോർ ഹെൽത്ത്. ഡോക്ടർ, I think my daughter is underweight. She eats very little food. What can I do? അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞ? Slight weight loss is not an issue. She in a growing age. She will be fine soon, but should ensure adequate nutritious food. അപ്പം ഈ ഡോക്ടറെയും അമ്മേൻ്റെയും സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? എന്താ അമ്മ പറഞ്ഞേ? കുട്ടി അണ്ടർ വെയ്റ്റ് ആണ്, വേണ്ടത്ര കുട്ടിക്ക് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് വെയിറ്റ് ഇല്ലാത്ത അവൾ വേണ്ടത്ര ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണോ? എല്ലാവരും കൃത്യമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ വേണ്ടത്ര ആരോഗ്യവും വെയിറ്റും എല്ലാം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ല. We have a variety of food items around us. നമ്മളെ ചുറ്റിനും എന്തുണ്ട്? വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ? പല തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. We eat different kinds of cooked and raw food items. അത് ചില ഭക്ഷണങ്ങൾ നമ്മൾ പാകം ചെയ്തിട്ട് കഴിക്കും, ചിലതോ നമ്മൾ പച്ചക്ക് കഴിക്കും. Some food items we usually eat are given in the pictures. How can we classify them? Write down. ഏതെല്ലാം? Cereals, fruits, vegetables, pulses and leaves. Why food? നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? Our health. Food provides energy for our daily psychological activities. നമ്മൾ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? നമ്മളെ സൈക്കോളജിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ഫുഡ് വേണം. ന്യൂട്രിയൻസ് ആർ ദി കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത്, ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. നമ്മുടെ ശരീരത്തിന് എന്താ ന്യൂട്രിയൻസ് കൊണ്ടുള്ള ആവശ്യം? എന്താ? നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, പിന്നെയോ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെയോ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് ലഭിക്കുന്നത്? പലതര ഫുഡ് ഐറ്റംസിലുണ്ട് അല്ലേ? ഇനി ഏതെല്ലാം ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു തരട്ടെ. Carbohydrates, proteins, fats, vitamins and minerals are the nutrients present in food items. ഏതെല്ലാം നന്ദു ന്യൂട്രിയൻസ്? Carbohydrates, proteins, minerals, fats and ഓക്കെ, ഇത്രയാണ് നമ്മളെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് അല്ലേ? ദോ വാട്ടർ ഈസ് നോട്ട് എ ന്യൂട്രിയൻറ്റ് കോമ്പോണൻറ്റ്. വാട്ടർ ഒരു ന്യൂട്രിയൻ്റെ കോമ്പോണൻ്റ് ഒന്നും അല്ല, പക്ഷെങ്കിലോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ അവർ ബോഡിലി ആക്ടിവിറ്റീസ്. നമ്മളെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം വേണം. ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. ഈ ന്യൂട്രിയൻസ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വേറൊരു ഘടകമുണ്ട്. എന്താ അത്? Fiber. All food items may not contain all essential nutrients in adequate quantity. Hence, we eat a variety of food items prepared using different ingredients. ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടത് മാത്രം നമ്മളെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസും ഫാറ്റും എല്ലാം കിട്ടുക ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്ന് പറയുന്നത്. The quantity of food we eat, its quality and time of consumption influence our health. So everyone should eat nutritious food. എല്ലാവരും എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം? നല്ല പോഷകം സമ്പത്തുള്ള ഭക്ഷണം കഴിക്കണം. ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം. നല്ല പോഷകം നിറഞ്ഞ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ നന്ദു?